അവിടുത്തെ ജനലിൽ കൂടിയാണ് എനിക്ക് ഉണ്ണിനെ കാണിച്ചത്. അവൻ പോയപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വീട് ഉറങ്ങി. അച്ഛനും അമ്മ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഒരു കസനുള്ളൂ, അതാണ് ഞാൻ അവനല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, ഇതെന്റെ വീട്. ഓക്കെ, എൻ്റെ വീടിന്റെ തൊട്ടപ്പുറയാണ്. പക്ഷെ അത് ആസാന്റെ വീടല്ല, അവൻ അവന്റെ വീട്ടിലേക്ക് പോയതാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, എൻ്റെ അടുത്ത് കുറേ പേര് ആസാനു പോണ എൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആസാനു എൻ്റെ ആരാണ്, അവൻ എങ്ങടാ പോണത്, കുറേ പേര് ചോദിച്ച കാര്യം തന്നെയാണ്, അവൻ എങ്ങടാ പോയേ എന്നുള്ളത്. അപ്പോൾ എനിക്കതൊരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും. കാരണം അവൻ എങ്ങടാ പോയി എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് അവൻ അവൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും, അതെ എന്താ സംഭവം എന്നുള്ളത്. കാരണം ഞാൻ ഇങ്ങനെ 2-3 പേരെടുത്ത് എൻ്റെ പേഴ്സണലി ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചവരെടുത്ത് ഞാൻ പറഞ്ഞു അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയതാ എന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോവുക, ഇത്ര നാളും നിൻ്റെ വീടിൻ്റെ അടുത്തല്ലായിരുന്നു, പിന്നെന്താ ഏത് വീട്ടിലേക്ക് പോയത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വന്നു. അപ്പം എനിക്കറിയാം ഇത് ഞാൻ എന്താ പറയുക യൂട്യൂബിലും കമൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാണുന്നവർക്കും ഇത് തന്നെ തോന്നും എങ്ങോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഫുൾ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം എന്നുള്ളത്. അപ്പോൾ അവസാനം എങ്ങടാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ അവൻ്റെ ശരിക്കുള്ള വീടല്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് അതായത് എൻ്റെ വീട് ഇതാണല്ലോ, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറമുള്ള വീടാണ് ആസാനുവിൻ്റെ വീട്. പക്ഷെ അത് ആസാൻ്റെ വീടല്ല. വെയിറ്റ് ഞാൻ പറഞ്ഞു. അതായത് ഇതെൻ്റെ വീട്. ഓക്കെ, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറയാണ് ആസാൻ്റെ വീട്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആസാനു എൻ്റെ മോനാണോന്ന്. എൻ്റെ മോനല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, പക്ഷേ എൻ്റെ ഉണ്ണീൻ്റെ പോലെ തന്നെയാണ് നമ്മളെ വീട്ടിലായാലും. രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും, ഇവിടെ നടക്കും, എന്താ പറയുക, പിന്നെ ഫുഡ് കഴിക്കാൻ നേരമാകുമ്പോൾ അവിടേക്ക് പോകും കഴിക്കാനായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയി നിൽക്കും. അങ്ങനെയാണ് അവൻ. നമ്മളെ വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവും, അവരുടെ വീട്ടിലും ഫുൾ ടൈം ഉണ്ടാവും. അങ്ങനെയാണ് അവനിവിടെ ഫുൾ ഫ്രീഡാണ്. ഭയങ്കര അവൻ പോയപ്പോൾ തന്നെ ഞങ്ങളുടെ വീട് ഭയങ്കരമായിട്ട് ഉറങ്ങിയ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഓക്കെ, അത് പോട്ടെ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതെന്റെ വീട്, അപ്പുറത്ത് അസാന്റെ വീട്, തൊട്ടപ്പുറമുള്ള അസാന്റെ വീടാണ്. ഒരു വേലിയുടെ വ്യത്യാസമുള്ളൂ, ഷീറ്റ് കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ. അത് അസാന്റെ വീട്. അത് അസാന്റെ വീടല്ല. അതായത് അത് അസാനുവിൻ്റെ ഉമ്മയുടെ വീടാണ്. അതായത് അവൻ്റെ അമ്മയുണ്ടല്ലോ, അവൻ്റെ അമ്മയുടെ വീടാണ്. അസാനുവിൻ്റെ ഉമ്മച്ചിയുടെ വീടാണ് അത്. അവൻ്റെ ഉമ്മച്ചിയുടെ പേര് ഷെജിത്ത എന്നാണ്, ഷെജീന എന്നാണ് പേര്. ഞാൻ ഷെജിത്ത എന്ന് വിളിക്കാം. ഷെജിത്താനെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിയമ്പാറ, പാലക്കാട് എടുത്തുള്ള സ്ഥലത്തേക്കാണ്. പാലക്കാട് എത്തണ്ട, പാലക്കാട് തൃശ്ശൂർ ബോർഡർ അവിടെ ആയിട്ടാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കണത്. അപ്പോൾ അവിടെ ഇക്ക ഗൾഫിലാണ്. അവിടുത്തെ വീട്ടിൽ ഷെജിത്തയും ആസാനും ഇത്തയുണ്ട്. ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 3 കൊല്ലം ആയിട്ടുണ്ട് ഇക്ക ഗൾഫിൽ പോയിട്ട്. ഗൾഫിൽ പോയപ്പോൾ ആസാനുവിനെ കാരിങ് ആണ് ഷെജിത്ത. പോണ സമയത്ത് അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഒറ്റയ്ക്കല്ലേ, ഷെജിത്താനെ നോക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ അവർ ഇങ്ങോട്ട് പോന്നു, അതായത് ഷെജിത്താടെ വീട്ടിലേക്ക് പോന്നു. ഇക്ക ഗൾഫിലും പോയി. പിന്നെ ഉണ്ണിമോളാനെ ഇവിടെ സ്കൂളിലും ചേർത്തി, അവൻ്റെ ഇത്താനെ ഇവിടെ സ്കൂളിലും ചേർത്തി. അങ്ങനെ 2.5 കൊല്ലത്തോളം ഇവിടെ നിന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണീനെ ആസാന്റെ ഉപ്പച്ചി കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. അങ്ങനെ അവർ 2.5 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ഇക്ക് ഗൾഫിലായതുകൊണ്ടും അവിടെ വീട്ടിൽ ആരില്ലാത്തത് കൊണ്ടും ഷെജിത്ത കാരിങ് ആണല്ലോ, അപ്പോൾ നോക്കാനും ഇല്ലാത്തത് കൊണ്ടും എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ നിന്ന് ഗൾഫിൽ ഇനി വരുമ്പോൾ പോയാൽ മതി എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലത്തോളമായി ഇക്ക പോയിട്ട്, ഇപ്പോഴാണ് ഇക്ക വരണത്. ഓക്കെ, അപ്പോൾ അത്രയും കാലം നമ്മളെ വീട്ടിലുണ്ട് ആസാനു. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ആസാനു കുഞ്ഞിതായിരുന്നല്ലോ, കൊറോണ കഴിഞ്ഞിട്ട്, 2ാമത്തെ കൊറോണ കഴിഞ്ഞിട്ടാണ് ആസാനു ഉണ്ടായത്. അപ്പോൾ ഒന്നും ആരും കാണിക്കില്ല കേട്ടോ, കാരണം അത്രയും കൊറോണ നോക്കണ സമയമല്ലേ. അപ്പോൾ ആസാനെ കാണിക്കില്ല. ഞാനാണെങ്കിൽ ഒരു ദിവസം ഇവനുണ്ടായി എന്ന് അറിഞ്ഞിട്ട് സന്തോഷത്തിൽ ചെല്ലുമ്പോൾ ഇവനെ കാണിക്കില്ല. അപ്പോൾ എനിക്ക് പല്ലുവേദനയായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പല്ലുവേദന കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തായിരുന്നു ആസാനെ പ്രസവിച്ച് കിടത്തിയിരുന്നത്. അപ്പം ഞാൻ ഷെയ്ത്താനടുത്ത് എനിക്ക് ഉണ്ണിനെ കാണുന്നത് പറഞ്ഞിട്ട് അവിടുത്തെ ജനലിൽ കൂടിയാണ് എനിക്ക് ഉണ്ണിനെ കാണിച്ചത്. അന്ന് ആസാന് കുഞ്ഞാണ് കേട്ടോ, ഭയങ്കര കുഞ്ഞാണ് ആസാനു. വെച്ച് കഴിഞ്ഞാൽ ഒരു കസനുള്ളൂ, അതാണ് ഞാൻ അവനെ എപ്പോഴും കസനം എന്ന് വിളിക്കണം. കാരണം അന്ന് കാണുമ്പോൾ ഒരു കുഞ്ഞു കസനുള്ളൂ, പിരികൊന്നുമില്ല, ഒരു കുഞ്ഞു കസനായിരുന്നു അന്ന് ആസാനു കേട്ടോ. പിന്നെ അവിടുന്ന് കുറെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊടുത്തിട്ടും ഷെജിത്ത് അങ്ങനെ പുറത്തേക്കൊന്നും അവനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എന്താ പറയാ, വീട്ടിൽ വന്ന് കളിപ്പിക്കുക, പുറത്തേക്കൊന്നും അവനെ കൊണ്ടുപോകില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു. കാരണം അവൻ
അവനക്ക് ആ സമയത്ത് കൊറോണയിലാണല്ലോ ആയത്, അതുകൊണ്ട്. പിന്നെ ഞാനാണ് അവനെ എടുത്തുകൊണ്ട് വന്ന് കളിപ്പിച്ച് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരലായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും അവനെ കൊണ്ടുവന്നത് ഞാനാണ് കേട്ടോ. ഞാൻ എല്ലായിടത്തും കൊണ്ടു നടക്കും, അപ്പുറത്തെ പറമ്പിലും അവിടെ ഇവിടെ ഒക്കെ ഞാൻ കൊണ്ടു നടക്കും. അങ്ങനെ കൊണ്ടുനടന്ന് എന്തായി, അവനെല്ലായിടത്തേക്കും നടക്കണം, അങ്ങനെയായി. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, ഇപ്പൊ പിന്നെ പോയപ്പോ അവിടെ ആയി. അങ്ങനെ അതാണ് അസാനുവിന്റെ സ്റ്റോറി. അസാനു എൻ്റെ ആരാന്ന് ചോദിച്ചവർക്ക് എന്താണ് പറയണം, നമ്മുടെ അസാനു വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഉണ്ണിയാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈമും. ഞാൻ രാവിലെ ഉറക്കം എഴുന്നേൽപ്പിക്കണത്, അതായത് അവനായിരിക്കും രാവിലെ എഴുന്നേൽക്കുക, ഞാൻ നേരം വൈകിട്ട് എഴുന്നേൽക്കുക. അവൻ അവിടെ നിന്ന് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എൻ്റെ വീട്ടിലേക്ക് പോരും. എന്നിട്ട് എൻ്റെ റൂമിൽ ഞാൻ ലോക്ക് ചെയ്യില്ല ഉറങ്ങുമ്പോൾ. അപ്പോൾ അസാനു നേരെ വന്നിട്ട് ബെഡ്മ കയറിയിട്ട് എൻ്റെ കൂടെ കിടക്കും. എന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ച് ശേഷം അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുള്ളൂ. എന്നിട്ട് എന്നെ പല്ലേപ്പിയും കൊണ്ടും ഞാൻ പല്ല് തേക്കണം, പല്ല് തേച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ കൂടെ കളിക്കാതിരിക്കണം. അങ്ങനെയാണ് അവൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. അവൻ പോയപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വീട് ഉറങ്ങി, അച്ഛനും അമ്മ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എവിടെ പറഞ്ഞു വന്നത്, ഓക്കെ, എന്നാൽ ഞാൻ അസാൻ്റെ കാര്യം പറയുമ്പോൾ കുറേ ഉണ്ട് അവനെ പറ്റിയിട്ട് പറയാൻ, അത് കാരണമാണ്. അപ്പോൾ അസാനും അസാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഷെജിത്ത കാരിങ് ആയതുകൊണ്ടും അവിടെ ആരില്ലാത്തതുകൊണ്ടുമാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊക്കെ ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് അവരെ വീട്ടിലേക്ക് പോയി, അതായത് അസാനുവിൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. ഇപ്പോൾ 2 ആഴ്ചക്ക് മേലെയായി പോയപ്പോൾ ഭയങ്കര വിശമായിരുന്നുണ്ട്. ഇപ്പോഴും ഭയങ്കര വിശമാ, തീരെ നേരം പോണില്ല. അവനുണ്ടെങ്കിൽ അവൻ്റെ പുറകെ നടന്ന് സമയം ഇങ്ങനെ പോകും. അത് കാരണം ഇപ്പോൾ ഭയങ്കര ബോറടിയിലാണ് ഞാൻ. അങ്ങനെ അവൻ പോയി. ഇനി കുറേ പേര് ചോദിച്ചു ഇനി അസാന് വരില്ലേ എന്നുള്ളത്. ചിലപ്പോൾ ഇക്ക പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഷെജിത്ത വരും, ചിലപ്പോൾ വരില്ല. കാരണം അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വയറ്റിൻ്റെ അകത്താണല്ലോ. അപ്പോൾ ഷീത്താക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊന്നും പറ്റില്ല, ഒരാൾ നോക്കാൻ എന്തായാലും വേണമായിരുന്നല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം പിന്നെ അവൻ കുറച്ച് വലുതായി, 2 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് 3 വയസ്സാവും. അപ്പോൾ കുറച്ചും കൂടി വലുതായി. അപ്പോൾ ഷെജിത്ത ചിലപ്പോൾ അവിടെ നിൽക്കും, ചിലപ്പോൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. കാരണം എനിക്ക് അസാനെ കാണാമല്ലോ, വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇക്ക പോയി കഴിഞ്ഞാൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പം പോയപ്പോഴും എനിക്കിങ്ങനെ വിഷമം ഉണ്ടായെങ്കിലും പിന്നെയും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക ഇതുവരെയ്ക്ക് ഉണ്ണിനെ കണ്ടിട്ടുണ്ടായില്ല. 3 കൊല്ലത്തോളമായിട്ട് വീഡിയോ കോളിലല്ലാണ്ട് ഉണ്ണിനെ കണ്ടിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അപ്പം എനിക്ക് സന്തോഷമാണ്. കാരണം അവൻ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയാണ് നിൽക്കണത് എന്നുള്ളതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷെ അവനെ കാണാത്തതിൽ ചെറിയ വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യും, വീഡിയോ കോൾ ചെയ്ത് കാണും. പക്ഷെ ഇപ്പോൾ ഭയങ്കര പോസാണ് വീഡിയോ കോൾ ചെയ്യുമ്പോഴുള്ള കളിപ്പാട്ടൊക്കെ എനിക്ക് കാണിച്ചു തരാം, എന്നെ വെടി വെക്കുക, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ അസാനു ഇനിയിപ്പോൾ വരുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കുറച്ച് ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ വന്നാലും എനിക്ക് കാണാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഞാൻ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അസാനെ കളിപ്പിക്കാൻ കിട്ടില്ല. അതും ഒരു വിഷമമുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വരെയെങ്കിലും എനിക്ക് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അസാനുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവൻ്റെ സ്വന്തം വീട് വാണിയമ്പാറയാണ്. വാണിയമ്പാറ പാലക്കാട് തൃശ്ശൂർ ബോർഡറാണ് ഈ വാണിയമ്പാറ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് അസാൻ്റെ ശരിക്കുള്ള വീട്. അവരത് അടച്ചിട്ടിട്ടാണ് ഇവിടെ വന്ന് നിന്നിരുന്നത്. അപ്പം ഇക്ക വന്നപ്പോഴാണ് അങ്ങോട്ട് പോയത്. അപ്പം ഇനി ഇക്ക പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമോ വരില്ല എന്ന് എനിക്കറിയില്ല. ഷെയ്ത്ത പറഞ്ഞു ചിലപ്പോൾ വരില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഉണ്ണി കുറച്ചായല്ലോ, ഇനിയിപ്പോൾ ഷെയ്ത്ത നോക്കിക്കോളും എന്നുള്ള രീതിക്കാണ്. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി ആരും അസാനോട് ചോദിക്കണ്ട. അസാനം വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇപ്പം എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണു. ഇനി അസാന് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.